പ്രപഞ്ചം മുഴുവനും ഭൂമി എന്നല്ല, സ്വർണം എന്നല്ല, രത്നം എന്നല്ല, വജ്രം എന്നല്ല, അതേ ഈ ഭൂമി ലോകവും കോടിക്കണക്കിന് ഗാലക്സികളുമെല്ലാമുള്ള ഈ പ്രപഞ്ചം മുഴുവനും ഒരാൾ വില നിശ്ചയിച്ചാലും അത് സ്വർഗത്തിലെ 30 സെന്റിമീറ്ററിന്റെ സ്ഥാനത്തേക്ക് എത്തൂല. അല്ലാഹുവേ, ആ സ്വർഗം ഞങ്ങൾക്ക് നൽകണം റബ്ബേ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസ്ത മന്നാനേ, അത് നിന്റെ അടുക്കൽ മാത്രമാ ഹന്നാനേ. ആ സ്വർഗലോകത്തേക്ക് എത്താൻ കഴിയണം. അതിന് വേണ്ട കാര്യങ്ങൾ ഏതാണ്? അതാണ് സൈനുദ്ദീനുൽ മഅ്ബരി തങ്ങൾ പറഞ്ഞത്, ഇന്ന ത്വരീഖ, സുബലോക സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള സ്ട്രൈറ്റ് വേ, ശരിയായ വഴി ഏതാണ്, നേരായ മാർഗമേതാണ്? അത് ഒന്ന് ശരീഅത്തുൻ, ശരീഅത്താ, അതേ യഥാർത്ഥ വഴിയിലൂടെ പ്രവേശിക്കല. അതേ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ആദർശം, അനുഷ്ഠാനം, സംസ്കാരം. ഈ 3 വിഷയങ്ങളാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഒന്നാമതായി വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം ശരിപ്പെടാതെ കർമ്മങ്ങളെ കൊണ്ട് നേട്ടമില്ല. വിശ്വാസമാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അല്ലാഹു നമ്മെ യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് അല്ലേ? അല്ലേ? ആണ്. ഉറപ്പാണ്. ശരിക്കും ഉറപ്പല്ലേ? അതോ കുറുപ്പിന്റെ ഉറപ്പാ? അങ്ങനെയുള്ളോ? കുറുപ്പും ഒരാളും കൂടി ആനപ്പുറത്ത് പോണ സമയത്ത് ആനക്ക് മതളകി കാരണം അപ്പൊ ആന ഭയങ്കര ഓട്ടം. ആ പോട്ട ഓടിയോട് കൂടെ എന്താണ്, ഒരു പട്ട കണ്ടപ്പോ മുമ്പിലുള്ള ആളെന്തായി, നമ്പൂരച്ചൻ പട്ടം അങ്ങനെ പിടിച്ചു തൂങ്ങി, കുറുപ്പ് അയാളെ കാലുമീൻ തൂങ്ങി, ആന പോയി. ഇങ്ങോട്ട് മേലെന്ന് വിളിച്ചു ചോദിച്ചു, കുറുപ്പേട്ടോ എങ്ങനെയുണ്ട്? അടിയന്റെ ഉറപ്പ് അങ്ങയുടെ ഉറപ്പ്, അങ്ങയുടെ ഉറപ്പ് അടിയന്റെ ഉറപ്പ് പറഞ്ഞു. അതാ പട്ടമും തോട്ടാ നമ്മൾ രണ്ടാളും പോകുന്ന അർത്ഥം. അങ്ങനെയുള്ള ഉറപ്പല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരുറപ്പ് നമ്മളെടുത്തുനിന്ന് പൊയ്ക്കണ്. ഏതറിയാം? ഇപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കുഞ്ഞ് ജനിച്ചു ഉടനെ മരണപ്പെട്ടാൽ ആ കുട്ടി എവിടെ? സ്വർഗത്തിലല്ലേ? അല്ലേ? അതിലും ഇസ്കാല. എല്ലാവർക്കും 2 കാല്, മൂലന്മാർക്ക് 3 കാല്, 3-ാമത് കാല് ഇസ്കാല് എന്ന് പറഞ്ഞ ഒരാൾ അല്ലേ? ഒരു കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടി എവിടെയാണ്? സ്വർഗത്തിലാണ്. ഉറപ്പല്ലേ? ഉറപ്പ. ഇപ്പൊ നമ്മൾ മരിച്ചു നിൽക്കുക, സ്വർഗത്തിലാ നരകത്തിലാ? അള്ളാഹു സ്വർഗത്തിൽ പെടുത്തട്ടെ അല്ലേ? ഒരു ഉറപ്പ് പൊയ്ക്കണ്. അതുകൊണ്ടല്ല ഇടക്കിടക്ക് നമ്മൾ സ്വർഗം ചോദിക്കണത്. കഴിഞ്ഞല്ലത്തെ വേദന സ്വർഗം കിട്ടാൻ വേണ്ടി സംഭാവന കൊടുത്തു. അന്ന് തന്നെ ഉറപ്പിട്ടിക്കണേ പിന്നെ ഇക്കൊല്ലം നമ്മൾ സംഭാവന കൊടുക്കും. ഫൈസൽ സാഹിബ് പറഞ്ഞ പോലെ ഇല്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ ഉറപ്പ് വീണ്ടെടുക്കണം. മരിക്കുമ്പോ സ്വർഗം എങ്ങനെ കാണണം? അതൊരു വല്ലാത്ത കാഴ്ച. അതിനു വേണ്ടി പണിയെടുക്കണം. അതാണ് ഇവിടെ. യഥാർത്ഥ മുഅ്മിൻ ആരാണ്? ഒരു ദിവസം മഹാനരായ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരാൾ ഇങ്ങനെ കയറി വന്നു. അയാൾ കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, മൽ ഈമാൻ, എന്തായി ഈമാൻ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, മോനെ, ഇദാ സറത്തുക ഹസനതുക വസയ്യതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. ഖാല റസൂലുള്ളാഹി, നീ നന്മയെ സ്നേഹിക്കുന്നവനും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നവനാണോ എങ്കിൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയെ സ്നേഹിക്കുന്നവരാവണം, നല്ല കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരാവണം.
ആ നിലക്ക് നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നവനാണോ അതാണ് വിശ്വാസ ലക്ഷണം. പൂതിയായിട്ട് ഖുർആനോദണം, പൂതിയായിട്ട് സലാത്ത് ചെല്ലണം, പൂതിയായിട്ട് നിസ്കരിക്കണം, അതാ വേണ്ടത്. നിസ്കരിക്കല്ലേ എന്നാ അതാണ് കഴിഞ്ഞിട്ടുമല്ലോ. ചിലക്കാർ അങ്ങനെയല്ല പറയല്. എന്തോന്ന് അള്ള ഇങ്ങനെ നിസ്കാരം കിട്ടായിട്ട് ഇങ്ങനെ ഇട്ടങ്ങേറായിക്കുകയാണ്. അതേപോലെ ഉണ്ട് നമ്മളെ പ്രവർത്തനം. അങ്ങനെയല്ലല്ലോ. ഒരിക്കൽ മഹാനരായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അവിടുന്ന് ഒരു ഉറുമ്പിൻ കൂട്ടത്തെ പരിചയപ്പെട്ടു. ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൻ നംല് അവരുടെ അധ്യായം തന്നെ ഉണ്ടല്ലോ ഖുർആനില്. അപ്പോ ദൂരെ നിന്ന് സുലൈമാൻ നബിയും പരിവാരങ്ങളും ഇങ്ങനെ വരുന്ന സമയത്ത് ഉറുമ്പിന്റെ ഇങ്ങനെ വരിയായി ഇങ്ങനെ പോവുക. ഉറുമ്പുകളുടെ സ്വഭാവം എന്താണ്? വരി തെറ്റാതെ ഇങ്ങനെ വളവുണ്ടെങ്കിൽ വളവ്, തിരിവുണ്ടെങ്കിൽ തിരിവ്, ഒടിവുണ്ടെങ്കിൽ ഒടിവ്, അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ പോകുമല്ലോ. പോണ സമയത്ത് മുമ്പിലുള്ള ഉറുമ്പിനൊന്ന് മുസാഫത്തും ചെയ്യും, ഒന്ന് മുആനഖത്തും ചെയ്യും. അങ്ങനെയാണ് എന്താകാറുള്ളത്, ഇതിങ്ങനെ പോകാറുള്ളത്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ദൂരെ സുലൈമാൻ നബി പരിവാരങ്ങളും കണ്ടത്. ഉടനെ തന്നെ വലിയ ക്യാപ്റ്റൻ ഉറുമ്പ് പറഞ്ഞു, ദുഖുലു, എല്ലാരും പോയി 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 എല്ലാരും മടന്റെ ഉള്ളിൽ പോയിരിക്കും എല്ലാവരും താമസ സ്ഥലത്ത് പോയിരിക്കും. എന്തിന്? സുലൈമാൻ നബി അലൈഹി സ്വലാം പരിവാരങ്ങൾ നിങ്ങളെ ചവിട്ടണം ശ്രദ്ധിക്കണം എന്നാണ്. ഇങ്ങോട്ട് ഉറുമ്പ് പറഞ്ഞു കൊടുത്തു, ഓലങ്ങനെ ചവിട്ടുന്ന ആൾക്കാരൊന്നല്ല. ഒരു നേതാവ് ചെയ്യേണ്ട എന്താണ്? അണികളെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ വേണ്ടത്. വീണ്ടും കൂടുതൽ കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുക്കല്ല വേണ്ടത്. പിന്നെ അതൊന്നും ഉഷാരല്ല എന്ന് പറഞ്ഞിട്ട് എന്താവലാണ്? അതിന്റെ മര്യാദ അങ്ങനെയാണല്ലോ. ഉറുമ്പ് പറഞ്ഞു വഹും ലാ യശൂറൂൻ, അറിയാതെ സംഭവിച്ചാലോ. പൂച്ചനെ വരെ തെറ്റിദ്ധരിക്കരുത് എന്ന ഫതുഹുൽ മുഈനിലുള്ളത് അല്ലേ? സിറ്റ് ഔട്ട് ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ഒരു പൂച്ച ചത്ത എലിയുമായിട്ട് ഇങ്ങനെ പോയി കുറെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിങ്ങനെ വന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഈ ബക്കറ്റിൽ വെള്ളത്തിൽ തലട്ടാൽ ഊതുണ്ടാക്കാൻ പറ്റുന്നല്ല പറ്റുന്നാണ്. എന്തേ? പൂച്ച വായ ശുദ്ധിയാക്കിയിട്ടാ വന്നതെങ്കിലോ എന്നാണ്. നല്ല ധാരണ പൂച്ചനെ കുറിച്ച് വരെ വേണമെന്നാണ്. പൂച്ച ലൈൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടാ വരിക, നല്ല നാരങ്ങ സോഡൊക്കെ അടിച്ചിട്ട് ദമ്മാക്കിയിട്ടാ വരിക. ഇല്ല, എന്നാലും പൂച്ചനെ കുറിച്ച് നല്ല ഭാവനാണെന്നാണ്. ഇന്ന് എല്ലാ കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? തെറ്റിദ്ധാരണ. അപ്പൊ തെറ്റിദ്ധാരണ പാടില്ല. സുലൈമാൻ നബി ഉറുമ്പിനോട് വന്ന് ചോദിച്ചു, അല്ല ഉറുമ്പേ, ഇതുവരെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പൊ സുലൈമാൻ നബി ഒന്നും വിചാരിച്ചത്, ഞാൻ വഹും ലാ യശ്ഉറൂൻ എന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ചിരിച്ചു സുലൈമാൻ നബി. അല്ലാതെ അത് പറഞ്ഞിട്ട് എന്താ? ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞോട് ഇല്ലാതാകുമെന്നല്ലേ വെച്ചത്. പിന്നെ പുഞ്ചിരിച്ചു. അങ്ങനെ പുഞ്ചിരിച്ചു. ഉറുമ്പ് ചോദിച്ചു, സുലൈമാൻ നബിയേ, അങ്ങയുടെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം, ആ ദാവൂദ് നബിക്ക് അല്ലാഹു ദാവൂദ് എന്ന പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്താണെന്ന് ചോദിച്ചു. ഉടനെ പറയുന്നു, ലിഅന്നഹു ദാവദ ജറാഹത ഖൽബിഹി ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഖൽബിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചവരാ. അങ്ങേക്ക് സുലൈമാൻ എന്ന പേര് വരാനുള്ള കാരണം ലി സലാമത്തി സദ്രിക, അങ്ങ് നല്ല മനസ്സുള്ളവരാ. എന്നിട്ട് ഉറുമ്പ് പറഞ്ഞു, സുലൈമാൻ നബി ഏതായാലും നിങ്ങൾ ഇതിലെ വന്നില്ലേ, ഒന്ന് നിൽക്കുവോ? എന്തിനാ കൊച്ചുറുമ്പേ നിൽക്കാൻ പറയുന്നത്? ഒന്നുമല്ല, നിങ്ങളെ ഒന്ന് സൽക്കരിക്കണം എന്ന പൂതിയുണ്ട്. ഉറുമ്പ് അങ്ങനെ പോയി നോക്കുമ്പോ ഉള്ളിലൊന്നും കിട്ടിയില്ല. ഒരു അരിമണി മാത്രമാണ് കിട്ടിയത്. സുലൈമാൻ നബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. നിങ്ങൾ വേണ്ട പോലെ എല്ലാവരും ഉപയോഗിച്ചു കൊള്ളുക. ഒരരിമണി. ആരൊക്കെ പിന്നിലുള്ളത്? സുലൈമാൻ നബിന്റെ അനുയായികളുണ്ട്, ജിന്നുകളുണ്ട്, ആനുണ്ട്, ജമ്പോത്തുണ്ട്, ഹുദ്ഹുദുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് എല്ലാവർക്കും കൂടെ കൊടുക്ക ഒരരിമണി. അതിൽ ആനൻ ചിരിച്ചു തരേ. കാരണം ആന അല്ല തടിയും പണ്ണുള്ളതാണല്ലോ, കുറെ തിന്നുമാണല്ലോ അല്ലേ? അപ്പോ അത് ചിരിച്ചു പറഞ്ഞു. ഉറുമ്പ് പറഞ്ഞു, ചിരിക്കണ്ട. അലം തറനാനുഹ്ദി ഇലല്ലാഹി മാലഹു വഇൻ കാന ദാ അൻഹു ഗിനം ഫഹുവ ഖാബിലു വലൗ കാന യുഹ്ദാ ലിൽ ജലീലി ബിഖബ്രിഹി ലഖസറ അൻഹുൽ ബഹ്റു യൗമൻ വസഹിലു
അതേ ഒരിക്കലും തന്നെ പരിഹസിക്കണ്ട. ഞാൻ ഈ സുലൈമാൻ നബിയുടെ മുമ്പിൽ ഒരു അരിമണി കൊണ്ടുവന്ന് വെച്ചപ്പോ അത് വളരെ ചെറുതാണ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കണ്ട. നിങ്ങളെല്ലാവരും അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് ഇതിന്റെ സ്ഥാനത്ത് പോലും എത്തുകയില്ല. കാരണം നിങ്ങളുടെ നിസ്കാരമോ നിങ്ങളുടെ നോമ്പുകളോ അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാക്കാൻ പര്യാപ്തമല്ല. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളോ ഭീഷണിയോ അല്ലാഹുവിന്റെ ഖജനാവ് കുറക്കാനും പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ആവശ്യമില്ലാഞ്ഞിട്ടോ അല്ല നിങ്ങളെ അമല് സ്വീകരിക്കുന്നില്ലയോ? അതുകൊണ്ട് മുഅ്മിനേ, നമ്മുടെ നല്ല കാര്യം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ശരീഅത്തിന്റെ വിധിവിലക്കുകൾ മാനിക്കണം. ശരീഅത്തില്ലാത്ത തരീഖത്തില്ല. വകദത്വരീഖത്തു വൽ ഹഖീഖത്തു യാ അഖി മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലം തഹ്സലാ. ശരീഅത്ത് പ്രവർത്തിക്കാതെ തരീഖത്ത് കിട്ടൂല. സൂക്ഷ്മതയില്ലാതെ ആത്മീയ വഴി തെളിയൂല. അതുകൊണ്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സംശുദ്ധമാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാ. അതുകൊണ്ട് വിശ്വാസം ശരിയാവണം. നമ്മളൊക്കെ നന്മയെ സ്നേഹിക്കുന്നവരാവണം, തിന്മയെ വെറുക്കുന്നവരാവണം. അതുകൊണ്ടാണ് ഇന്നലകളിലെ മഹാരഥന്മാർ അവരെല്ലാം നന്മയെ സ്നേഹിച്ചവരാ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ജീവിതം എന്താണ്? അന്തൽ മുസമ്മ ബി അബ്ദുൽ ഖാദിരിൽ ഫാരിദി സുംതതിനി അശർ ഖരി ഫൻസായി മസ്രിദി വലം തനം നൗമതോ ഫിഹാ അലാ തർദി അന്തൽ മുലഖബുഹാ ഖമുഹിയദ്ദീനി. മഹാനരായ ഗൗസുൽ ആദം അവിടുന്ന് നിശയുടെ നിശബ്ദതയിൽ ഇരുളിന്റെ ചുരുളിൽ യജമാനനായ റബ്ബിന് വേണ്ടി നിസ്കരിച്ചവരാണ്. നളവേറും നീശാത്തോളുതോരുവാലേ 40 സോ ബേഗിത്തോളുതോവർ 40 കൊല്ലത്തോളം ഐശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാൻ. 40 കൊല്ലേ ഐശ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു. 70 വയസ്സുള്ള ഒരാള് നമ്മുടെ സദസ്സിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. 70 വയസ്സുകാര്, 35 വയസ്സുകാര്, പല വയസ്സുകാര്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ. 70 വയസ്സുള്ള ഒരാളാണെങ്കിൽ 25,500 ദിവസം അവർക്ക് അള്ള കൊടുത്തിട്ടുണ്ട്. 35 വയസ്സുകാരനാണെങ്കിൽ 12,750 വയസ്സ് അയാളെ ജീവിതത്തിൽ അള്ള കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 25,500 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചതുണ്ടോ? അത് ചോദിച്ചപ്പോ ഒരിക്കലും സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ഉണ്ട് കാരണം. എന്തേന്ന് ചോദിച്ചു. അയലോക്കത്ത് കല്യാണത്തിന് ഉറക്കൊഴിച്ചപ്പോഴേ ഇശക്കരിക്കാൻ മറന്നിന്ന്. സുബൈന്റെ കുറച്ച് മുമ്പാണ് എന്തായാലും ഇശക്കരിച്ചത്. അതേ വുളൂ കൊണ്ട് സുബഹി കരിച്ചു. അതിപ്പോ അത്ര വലിയ കാര്യം. അങ്ങനെ പലർക്കും ഇല്ല. ചില പെണ്ണുങ്ങൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. ഇശക്കരിച്ചാൽ മടിച്ചുകാണ്ട് ഏതായാലും അലാറം വെച്ച് കിടക്കാന്ന് പറഞ്ഞ ഒറ്റ ഉറക്കാം. എടാ സുബൈന്റെ 5 മിനിറ്റ് മുമ്പ് എങ്ങനെങ്കിലൊക്കെ വല്ല ആന കുത്താൻ വേണ്ടത് ഇങ്ങോട്ട് മണ്ടിയിട്ട് നീങ്ങാതെ സ്വപ്നം കണ്ടുകാണ്ട് ഞെട്ടി ചണികാണ്ട് പിന്നെ അപ്പണി ഇശക്കരിച്ചാലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പൊതുവെ അങ്ങനെയാണല്ലോ. 2 മണിക്കാനായിട്ട് കുളിച്ചാൻ പോവുക. 2 മണിക്ക് കുളിക്കാൻ പോയിട്ട് 3:35 അസറെങ്കിൽ 3:30 കുളിച്ചു വരും. ഇങ്ങോട്ട് എളുപ്പം അസർ ലുഹ്റിസ്കരിക്കും. ഇവിടെ മമ്പുറത്ത് പൈസക്ക് ഇരിക്കണായിരിക്കും അവിടെ ഇങ്ങനെ കുന്തിച്ചു തിരിക്കും. അസർ വാങ്ങി കൊടുത്ത ഉടനെ അസർ നിസ്കരിക്കും. ഒടൂല ഭക്തിലും ലുഹറും ആദ്യ ഭക്തിന് അസറും. അല്ലേ? അങ്ങനെയൊക്കെ ചിലപ്പോ കാണാം. അങ്ങനല്ല, വഖത്തായ നിസ്കരിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
മഹാനരായ ഗൗസുൽ ആദം 40 കൊല്ലത്ത് വുളൂ ചെയ്തു. അവിടുന്ന് 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ്. അവിടുത്തെ ജീവിതം യജമാനനായ റബ്ബിന് ഒഴിഞ്ഞു വെച്ചവരാണ്. മരണമാകൂ എണ്ട് പിണ്ട് ഓതി അൻആമാലേ മനിദാസൂറത്ത് തീരും മുമ്പ് മൗത്തായാരേ പൊന്നിവർ മൗത്ത് ഹിജറ 200 ആട്ടേ പുരിദാറമളനദിൽ ജോ മുഅരാവില് തീട്ടേ. അങ്ങനെയാണ് നഫീസ ബീവിയെ പോലെയുള്ള ആളുകൾ ഇബാദത്തിന്റെ മേഖലയിൽ ഉന്നതരാ. അതുകൊണ്ട് തന്നെ അല്ലാഹ് വലിയ പവർ നൽകിയവരാ. ഉമ്മമാരെ, നഫീസ ബീവി റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരിയായ 10-15 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് 2 പേര് കൂടിയെടുത്തുകൊണ്ട് 2 സഹോദരിമാര് മുമ്പിൽ വെച്ച് നഫീസ ബീവിയോട് പറഞ്ഞു, ഈ മോള് നിങ്ങൾ കുറച്ചു കാലം നോക്കണേ, ഞങ്ങൾക്ക് അടുത്ത നാട്ടിലൊന്ന് പോവേണ്ടതുണ്ട്. അരക്ക് ശേഷി ജന്മനാൽ നടക്കാത്ത കുട്ടിയാണ്, അതുകൊണ്ട് അതുവരെ ചുവന്ന് നടക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് നഫീസ ബീവിയെ ഏൽപ്പിച്ചു പോകുമ്പോൾ നഫീസ ബീവി ഏറ്റെടുക്കുന്നു. ഉമ്മമാരെ, അങ്ങനെ അവരങ്ങനെ പോകുമ്പോ ഈ പെൺകുട്ടി പൊട്ടിക്കരയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. നഫീസ ബീവി ഉളൂ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത്, എന്തേ കുഞ്ഞിമോളെ കരയുന്നത്? നമുക്ക് സന്തോഷമായി കഴിഞ്ഞുകൂടെ? എന്തിനാണ് ബേജാറാവുന്നത്? ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ദുഃഖമില്ല, എല്ലാ സൗകര്യമുണ്ട്, മോള് ബേജാറാവണ്ട എന്ന് പറഞ്ഞപ്പോ അതേ കൂടെ വിരുന്നു പോവാനുള്ള താല്പര്യത്തിലാ. ഉടനെ നഫീസ ബീവി വുളൂ ചെയ്ത വെള്ളം അത് അരക്കു താഴെയങ്ങ് കുടഞ്ഞു കൊടുത്തപ്പോൾ ശേഷിയില്ലാത്ത ഈ മോളതാ നടന്നുപോയി. മാത്രമല്ല ഓടിയോടി അവരോട് പറയുന്നു, ഞാനും നിങ്ങളോട് കൂടെയുണ്ട്. ആ കറാമത്തുടയ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ഉദിഫഗീനിൽ മദിഫരാതെ നോമ്പതും പീടുത്തേ പിരിയവന്റെ ഖൗഫിനാലെ തോനെ ഇബാദത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവര് വരച്ചു കാണിച്ചൊരാദർശമുണ്ട്. പറഞ്ഞു വന്നത് ആദർശം വിട്ടുകളിക്കണ്ട, അനുഷ്ഠാനത്തിന്റെ വിഷയത്തിൽ അലസത വേണ്ട, കൃത്യമായി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടാകണോ, സുബഹി ഖളാക്കുന്നൊരവസ്ഥയുണ്ടാവരുത്. സുന്നത്തായ കാര്യങ്ങൾ പരമാവധി പുലർത്തുകയും ചെയ്യുക, ജീവിതത്തിൽ ചിട്ട വരുത്തുക എന്നതാണ്. അതോടുകൂടി അഖ്ലാഖ് സംസ്കാരം നന്നാക്കിയെടുക്കണോ, നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണോ. കാരണം മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദര, നാട്ടിൽ പല ആളുകളും ഉണ്ടാവാം, പല തെറ്റുകളിൽ മുഴുകുന്നവരുമുണ്ടാവാം. നമ്മൾക്ക് കഴിയുന്ന ആളുകളാണെങ്കിൽ അവർ ഉപദേശിച്ചു കൊടുക്കൽ നല്ലതാണ്. പരസ്യമായ വിമർശനം വേണ്ട, നാക്കെടുത്ത് മറ്റുള്ളവരെ ചീത്ത പറയണ്ട. തൂബാലിമൻ താലമൻ സകല ഐബുഹു അൻവയൂബിന്നാസ്. സ്വന്തം കുറ്റവും കുറവാൻ നോക്കാൻ ശ്രമിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും നോക്കാൻ സമയം കിട്ടാത്തവർക്ക് എല്ലാവിധ മംഗളമാ. അതുകൊണ്ട് ഒരാളെയും ചീത്ത പറയണ്ട, നാക്കെടുത്ത് ഒരാളെയും വിമർശിക്കണ്ട. ലാ യസ്തഖീമുൽ ഇൻസാനു ഹത്താ യസ്തഖീമ ഖൽബുഹു. അതേ, നമ്മുടെ ഖൽബ് ശരിയാവാതെ മനുഷ്യൻ നന്നാവൂല. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. നാവ്
ശരിയാവാതെ നമ്മുടെ മനസ്സും ശരിയാവൂല. അതുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് യജമാനനായ റബ്ബിലേക്കുള്ള വിധി വിലക്കുകളാകുന്ന ആ നിയമ പദ്ധതികളാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീഅത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ, ആ ശരീഅത്ത് ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അഥവാ ശരീഅത്തുള്ളവർക്കാണ് ത്വരീഖത്തുള്ളത്, ശരീഅത്തില്ലാതെ ത്വരീഖത്ത് കുല്ലു ത്വരീഖത്തിൻ റദ്ദത്ഹ ശരീഅത്ത് വഹിയ സന്ദഖ. ഏതൊരു ത്വരീഖത്തും ശരീഅത്തിന്റെ പിൻമുളമില്ലാതെ ഏത് ത്വരീഖത്താണെങ്കിലും അത് മതവിരോധമാണെന്ന് മഹാനരായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മതയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വശരീഅത്തുൻ കസഫീനതുൻ വതരീഖത്തുൻ വഹഖീഖത്തുൻ തജീവത്തുൻ കസഫീനതുൻ കതരീഖത്തുൻ കൽബഹിരി ثم ഹഖീഖത്തുൻ ദുർറുൻ വലാ. ശരീഅത്ത് പറഞ്ഞ കപ്പൽ പോലെയാണ്. എന്നാ ശരീഅത്ത് കാണാൻ കൊച്ചി പോവുക, കപ്പലിന്റെ ആയിരിക്കാണല്ലോ. കപ്പല് പോലെയാ. എന്നാ നമ്മളൊക്കെ കപ്പൽ കയറിയാണ്, മോൻ ഓർമ്മയില്ലായിട്ടാണ് അല്ലേ? മഹാനരായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിൽ ചില ആൾക്കാർ ചോദിക്കും, കുന്തു മഅനൂഹിം ബിഅലാ സഫീനത്തിൻ ബിഹറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബിന്റെ കപ്പലുണ്ടായിരുന്നു. പച്ച നൊണ, ഗ്രീൻ നൊണ എന്നാ പറയല്. ഖുർആൻ പറഞ്ഞാൽ ആദൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷമുള്ള ആൾക്കാരൊക്കെ നൂഹ് നബിയോടൊപ്പം കപ്പൽ കയറ്റി എന്നുള്ളത് എവിടെ ഉണ്ട്? ഖുർആനിൽ സൂറത്ത് ഇസ്രായിലില്ലേ? ഖുർആൻ തുറന്നു നോക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കപ്പല് പോലെയാ കപ്പൽ. എന്തിനാണ് കപ്പല്? ഇപ്പൊ യമനിൽ പ്രശ്നമുണ്ടായപ്പോ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഇന്ത്യ 2-3 കപ്പലയച്ച് ആ കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പോലെ മൊബൈലിന്റെ ഒച്ചപ്പാടൊന്നും പഴയ കാലത്തില്ലല്ലോ. ഇന്നപ്പോഴത്തെ പോലെ സംവിധാനങ്ങളൊന്നും അന്നില്ല. അന്നുള്ള കപ്പൽ എങ്ങനെയാണ്? വളരെ അപകടകരമായ സിറ്റുവേഷനിൽ കഴിയുന്ന അവസ്ഥയിലാണ്. അപ്പൊ കപ്പലിനോട് ഉപമിക്കാൻ കാരണം എന്താ? രക്ഷ നേടി ഇപ്പോ ആദ്യം നബിതങ്ങളുടെ അടുക്കൽ നിന്ന് ഹിജറ പോയവർ തന്നെ ഹബിശയിലേക്ക് കൊച്ചു കപ്പലിലാണ് യാത്ര പോയത്. കാരണം എത്തോപ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ അറേബ്യൻ ദ്വീപിൽ നിന്ന് ഒരു കടൽ മുറിച്ച് കടക്കേണ്ടതുണ്ട്. അങ്ങനെ കപ്പല് അവരുടെ ജീവിതത്തിൽ അപകടം തരണം ചെയ്യാനുള്ള മാർഗമായിരുന്നു. ഇതേപോലെ ഭൗതിക ലോകം ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹറ അമീഖ്. ദുനിയാവ് ആഴമേറിയ കടലാ. ഖാല റസൂലുള്ളാഹി. ആ കടലിൽ സഞ്ചരിക്കാനുള്ള കപ്പലാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുക എന്നതാണ്, ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് അബൂദർറിൽ ഗിഫാരി തങ്ങളോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ശരീഅത്ത് എന്ന് പറയുന്ന കപ്പലിലൂടെയാണ് ദുനിയാവിലൂടെ പരലോകത്തേക്ക് പോവേണ്ടത്. പക്ഷേ പല ആളുകളും കപ്പലിൽ നിന്ന് ഇറങ്ങി. നൂഹ് നബിന്റെ മകൻ കപ്പലിൽ കയറൂല എന്ന് പറഞ്ഞപ്പോ അപകടത്തിൽ പെട്ടു അല്ലേ? നൂഹ് നബിന്റെ മോനോട് നൂഹ് നബി പറഞ്ഞ, മോനെ കപ്പലിൽ കയറിക്കോ. ആ മകൻ പറഞ്ഞ, ഞാൻ മലപ്പുറത്തേക്കാണ് വയ്ക്കോളാന്നാണ്. മലന്റെ പുറത്തേക്ക് അല്ല, ഈ മലപ്പുറമല്ല, അതിന്റെ മേലെ കയറിക്കോളാ. അവി ഇല്ല ജബൽ, ഞാൻ ജബലിന്റെ മലന്റെ മേലെ കയറിക്കോളാന്നാ പറഞ്ഞത് അല്ലേ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരാ, ഈമാനാകുന്ന കപ്പൽ മെയിന്റൻ വർക്ക് തീർത്തുകൊണ്ട് അതിലൂടെയാണ് പരലോകത്തേക്ക് പോവേണ്ടത്. അതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്ത് മോഡിഫൈ ചെയ്ത് കൃത്യമാക്കലാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്, ശറഅ, ത്വറഖ, ഹഖ, അറഫ. 4 പ്രയോഗം, 4 മാളിയായ. ശറഅ റൂട്ടിൽ കയറുക, റോട്ട് കയറുക എന്നാണ്. വണ്ടിയിൽ
അല്ലാതെ കൊണ്ടോട്ടി ഹൈവേയിൽ റോട്ടിൽ കയറിയ വണ്ടി മുട്ടൂലേ? കാലിപ്പാർക്കും ചോദിക്കാലോ. ഒരാള് വാപ്പാക്ക് മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞപ്പോ കബർ വിശാലാക്കണേന്ന് പറഞ്ഞപ്പോ അയാൾ പറയാം വിശാലാക്കിയാൽ ഒരു ഡീസ് നെഞ്ഞത്ത് കൊഴിഞ്ഞാടൂലേ. ഓരോ മഹലിൽ അതാണ് വെക്കൽ. സംശയം ചോദിക്കാപ്പോ പല ആളുകൾക്കും പലതും ചോദിച്ചൂലെ, എന്തെല്ലാം ചോദിക്കാം. ചോദിക്കണീനുണ്ടല്ലോ ഒരു ഹദ്ദു അസുഖ അല്ലേ? ഏത് വിഷയങ്ങളും ചോദിക്കണീന് വേണ്ടി. പക്ഷേ ചോദ്യം കൃത്യമായിരിക്കണം എന്നാണ്. റൂട്ടിൽ കയറുക, അതാണ് വിധിവിലക്കുകളെ മാനിക്കുക. ത്വരീഖത്ത് എന്നാൽ എന്താണ്? ത്വരീഖത്ത് എന്നാൽ എന്തിനാണ്? ത്വരീഖത്ത് എന്നാൽ എങ്ങനെയാണ്? ത്വരീഖത്ത് എന്നാൽ എപ്പോഴാണ്? ത്വരീഖത്ത് എന്നാൽ ആർക്കാണ്? ത്വരീഖത്ത് എന്നാൽ ആരിൽ നിന്നാണ്? 6 വിഷയം അതിൽ വരുന്നു. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കുന്ന വ്യക്തികൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക സരണിക്കാണ് ത്വരീഖത്ത് എന്ന് മഹാനരായ സയ്യിദ് ഷരീഫുൽ ജുർജാനി അവിടുത്തെ അത്താരീഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. സൂക്ഷ്മതയാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഇമാമുകൾ, ിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവരെല്ലാവരും സൂക്ഷ്മതയോടുകൂടെ ജീവിതം നയിച്ചവരാണ്. വഇമ്മതും കശ്ശാഫിഈ വനഹ്വിഹിം കാനൂ അലാ സിത്തി ഖിസാലിൻ കുമ്മലാ സുഹ്ദുൻ സ്വലാഹു വൽ ഇബാദത്തു ഫിഖ്ഹു بعلوم عقبى نافية للملا. എപ്പോഴും വേണ്ടത് സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയില്ലാത്ത ത്വരീഖത്ത് പ്രസക്തിയില്ലാത്തതാ. ഹറാമിൽ നിന്ന് എന്ന് മാത്രമല്ല, കറാഹത്തിൽ നിന്ന് പോലും സൂക്ഷിക്കണം. മഹാനരായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാളെടുക്കൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോ അയാള് ഖിബിലയുടെ നേരെ തുപ്പുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഖിബിലന്റെ നേരെ തുപ്പാൻ പാടില്ല. നമ്മളെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജനലിലൂടെ തുപ്പലില്ലേ? കേക്ക് പടിഞ്ഞാറ് ഇങ്ങനെ നടക്കുമ്പോ കുറെ ആൾക്കാർ മുമ്പ് തുപ്പലില്ലേ? അങ്ങനെ തുപ്പിയാൽ ആ കഫവും തുപ്പുനീരും ഒന്നിച്ച് മഅ്ശറിൽ പുനരുദ്ധരിക്കപ്പെടുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഈ കഫം എന്നിട്ട് എല്ലാ ആളുകളും വെറുക്കുന്ന. അതുകൊണ്ട് ഇന്ന് വഅദ് കേട്ടത് മുതൽ ഒരാളും ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പാതിരിക്കുക. പരമാവധി പുതിയ വീടെടുക്കുന്ന ആള് പടിഞ്ഞാറ് ഭാഗത്ത് വാഷ് ബേസ് വെക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോഴും കിബിലാന്റെ നേരെ തുപ്പേണ്ടി വരികയാണല്ലോ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ തട്ടിപ്പൊളിച്ചണല്ല പറഞ്ഞത്. പിന്നെ പരമാവധി ചെരിഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് തുപ്പാൻ ശ്രമിക്കുക. അതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. കൂലി കിട്ടുന്ന കാര്യം ഒന്നും ഒഴിവാകരുത്. ഇതാ സർറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ ഖാല റസൂലുള്ളാഹി. മഹാന്മാര് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒരിക്കൽ വീട്ടിൽ കയറി എന്നപ്പോ ഫാത്തിമ ബീവി വളരെ വിഷമത്തിലാണ്, രോഗിയായി കിടക്കുക. ഫാത്തിമ ബീവിനോട് അലി റളിയല്ലാഹു അൻഹു പതുക്കെ അടുത്തിരുന്ന് ചോദിച്ചു, നമ്മളെന്തേലും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല, ഒരു ഉറുമാമ്പഴം കിട്ടിയ വല്ലാത്തൊരു റാഹത്ത്. കയ്യിൽ 5 പൈസ അല്ല, പുറത്തുകൂടെ അങ്ങനെ പോയിട്ട് ഏതോ ഒരാളടുത്തുനിന്ന് 10 ദിർഹം കടം വാങ്ങി അങ്ങാടി പോയി നല്ലൊരു ഉറുമാമ്പഴം ഫാത്തിമ ബീവിന്റെ ആഗ്രഹമല്ലേ നിലക്ക് വാങ്ങി ഇങ്ങനെ വരിക. അതിലാണ് ഒരു പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ വന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്, എന്തെങ്കിലും ഒന്ന് തരുമോ? ഉടനെ അലി റളിയല്ലാഹു അൻഹു ഈ ഉറുമാമ്പഴം എടുത്തിട്ടും കൊടുത്തു. അവിടുന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നി, പടച്ചോനെ ഫാത്തിമ ബീവി ഇങ്ങനെ ചോദിച്ചിട്ടാണ്, എന്നാലും ഇതാ ഒരാളെ എന്റെ അടുത്തൊരു സാധനം ഉണ്ടായിട്ട് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലേ, മോശല്ലേ, ഇങ്ങനെ കൊടുത്തു. ഇനി എന്താ പടച്ചോനെ എന്റെ അവിടെ പോയി പറയാ, ഇത് കടാവും ചെയ്തു.
അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്തല്ലോ ഉമ്മറത്ത് വേറൊരാൾ നിൽക്കുന്നു. അയാൾ ഇങ്ങനെ ഒരു സെഞ്ചി കൊടുത്തു അലി റളിയല്ലാഹു അൻഹു. അപ്പൊ നോക്കുമ്പോ 9 ഉറുമാമ്പഴം. ഒന്ന് കൊടുത്തപ്പോ 9 ഉറുമാമ്പഴം. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി നോക്കി. എണ്ണി ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് കുറവുണ്ട് കാരണം എന്തേന്ന് വെച്ചു. 1 കൊടുത്താ 10 തരാന്ന അള്ളാഹ് പറഞ്ഞേക്കണത്, ഇതിൽ 9 ഉള്ളു പറഞ്ഞു. അപ്പൊ അയാൾ എന്തായി, ഒന്ന് പുറത്തുനിന്ന് സെഞ്ചിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. പെട്ടെന്ന് ആളെ കാണാതെ. അപ്പൊ നോക്കുമ്പോ ആദ്യം ആ ഉറുമാമ്പഴം ചോദിച്ചു വന്നതാ ഒരു മലക്കാണ്. അതേ മലക്കാണ് വേറൊരു കോലത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു കൊടുത്തതും എന്നായിരുന്നു ചോദിക്കാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എത്രയാണോ കൊടുക്കുന്നത്, അല്ല പകരം തരാമെന്നേറ്റിട്ടുണ്ടെങ്കിൽ പിശുക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അള്ളാഹു ഉദാര മനസ്കത നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് സൂക്ഷ്മതയോടുകൂടെ നടക്കാനാ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള വഴിയാ. അതുകൊണ്ട് തന്നെ ആ വഴി സ്വീകരിക്കൽ അനിവാര്യമാണ്. അതാണ് ഗൗസുൽ ആദം പറഞ്ഞത്, മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖു. ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ അവരുടെ ശൈഖ് ഇബ്ലീസാണെന്ന് മഹാനരായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി. അതുകൊണ്ട് ഉസ്താദുമാരെ അംഗീകരിക്കണം, ശൈഖുമാരെ അംഗീകരിക്കണം, യഥാർത്ഥ മശായിഖന്മാരെ സ്നേഹിക്കണം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ത്വരീഖത്ത് സ്വീകരിക്കണമെങ്കിൽ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട് എന്നതാണ്. ചുമ്മാ അങ്ങ് കയറിപ്പറ്റാൻ പറ്റിയ മേഖലയല്ല. അബൂ യസീദുൽ ബസ്വാമി തങ്ങൾ ത്വരീഖത്ത് സ്വീകരിക്കാൻ ഒരാളുടെ അടുക്കലേക്ക് പോയപ്പോൾ ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചതെന്താണ്? അള്ളാഹുവിന്റെ ആദാബ് മാനിക്കാത്ത ഇയാള് ഒരിക്കലും ശൈഖാവാൻ കൊള്ളൂല. ഇനി നാം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ശൈഖമാരെ ഒന്ന് നോക്കൂ. പെൺവാണിഭക്കാരായ ശൈഖുമാരുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ചൂഷണം നടത്തുന്ന ശൈഖുമാരുണ്ട്. പല നിലക്കുള്ള ശൈഖുമാരുണ്ട്. അവരുടെ കെണിവലകളിൽ പോവാൻ പാടില്ല. ഇന്ന് കുറുക്കു വഴിയിലൂടെ സ്വർഗത്തിൽ കടക്കണം എന്ന നിലക്ക് കുറെ ആൾക്കാർ രംഗത്ത് വരുന്നു. നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സഹോദര, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാർഗമേതാണ്? ഇദാ സർറതുക ഹസനതുക വസഅതുക സയ്യിഅതുക. നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചു. എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഉണരുമ്പോ എന്താ ചെല്ലല്? ചെല്ലിയാട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. അതിൽ അൽഹംദുലില്ലാഹ് 3 വട്ടം ആവർത്തിക്കണം എന്നാണ്. അത് സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. നാളെ മുതൽ അങ്ങനെ ചെല്ലൂലേ? ഇൻഷാ അല്ലാഹ് അതന്നെ ദരീഖത്ത് പറയുന്നത്. വുളു എടുത്ത ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക. ഉണർന്ന ഉടനെ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. വുളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. 2 സുന്നത്തുണ്ട്, അതൊക്കെ പാലിക്കുക. വുളു എടുക്കുമ്പോ ബിസ്മി ചൊല്ലി വുളു എടുക്കുക. ബിസ്മി ചൊല്ലിയ വുളുവിന്റെയും അല്ലാത്ത വുളുവിന്റെയും ഇടയിലെ വ്യത്യാസം എന്താണ്? ബിസ്മി ചൊല്ലിയ വുളു ശരീരം മുഴുവനും ആത്മീയതയുണ്ട്. ബിസ്മി ചൊല്ലാത്ത വുളു അവയവങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കും. തല തടവുമ്പോ തല മുഴുവനും തടവുക. തല മുഴുവനും തടവി നിസ്കരിക്കുന്നതിന്റെയും അല്പം തടവി നിസ്കരിക്കുന്നതിന്റെയും ഇടയിൽ 40 ഇരട്ടി വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ തല അല്പല്ലേ തടവല്? എന്റെ മുടി നാസാകുമോ? തല നാസാകുമോ?
തല അല്പം തടവുന്നതിന്റെയും മുഴുവൻ തടവുന്നതിന്റെ ഇടയിൽ വ്യത്യാസമാണ്. അങ്ങനെ സുന്നത്ത് പാലിക്കാൻ അറിയുന്ന എന്നെ തരീഖത്ത് الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا സുന്നത്തെടുക്കാത്ത ത്വരീഖത്ത് അംഗീകാരമില്ല. വുളൂഇന്റെ ദിക്റിന്റെ ശേഷം വുളൂഇന്റെ ദിക്ർ വല്ലാത്ത ദിക്റാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന, പടച്ചവനെ നിന്നോടടുത്തവരിൽ എന്നെ പെടുത്തണം. അല്ലാഹുവോടടുക്കുമ്പോഴേ ശുദ്ധിയുണ്ടാകൂ. അതുകൊണ്ട് വജഅൽനി മിനൽ മുതതഹിരീന, ആന്തരികവും ബാഹ്യവുമുള്ള ശുദ്ധിയുള്ളവരാക്കണം. വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം എന്ന് ദ്വാർന്ന് ബിസ്മില്ലാ വൽഹംദുലില്ലാ ബിസ്മില്ലാ വൽഹംദുലില്ലാ ബിസ്മില്ലാ വൽഹംദുലില്ലാ വുളൂഇന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ ആ വുളൂ മുറിയുന്നത് വരെ മലക്കുകൾ ദ്വാർക്കുന്നതാണ്. ഏയ് ഏതാ ദിക്ർ? എന്താ മുണ്ടാത്തു? ബിസ്മില്ലാ വൽഹംദുലില്ലാ എത്ര വട്ടം? 3 വട്ടം. ഇന്ന് എന്താ ഉണ്ടാകുക? ആ വുളൂ മുറിയുന്നത് വരെ മലക്കുകൾ നമുക്ക് ദ്വാർക്കും. അപ്പൊ ഒരാൾക്ക് മൈലേജ് ഇല്ലാത്ത വുളൂ നിൽക്കുക, പെട്ടെന്ന് മുറിയാം. ഇന്നെന്താ കാട്ടുക? എളുപ്പം പിന്നെ ഉതിർത്താൽ മതിയല്ലോ. ഇപ്പൊ ജ്യേഷ്ഠനെ പറ്റി അനുജൻ കംപ്ലൈന്റ് പറയാണ്, എന്നും പെണ്ണിട്ടീന്റെ ശേഷം പെണ്ണുങ്ങളെ വരയിലാണ്, 1 മാസം മുഴുവനും അവിടെയാണ്. അപ്പൊ ഇജ്ജ് പോകലില്ല ചോദിച്ചു. ഞാൻ പോകലുണ്ട്, മാസത്തിൽ 3 പോക്കേ പോകുള്ളൂ, ഒരു പോക്കിൽ 10 ദിവസം നിൽക്കലുണ്ട് എന്ന് മാത്രം. രണ്ടൊന്നും തന്നെയല്ലേ, പിന്നെന്താ ഈ കംപ്ലൈന്റ് പ്രസക്തി? അപ്പൊ വുളൂ മുറിഞ്ഞ പെട്ടെന്ന് വുളൂ എടുക്കുക, ഇത് ചെല്ലുക. മരിക്കണത് വുളൂയോട് കൂടെ ആകണം. റൂഹ് പിരിയുമ്പോ വുളൂ ഉണ്ടാകണം. അല്ലാഹ് അതിന് ഭാഗ്യം തരട്ടെ. അതാ നമുക്ക് വേണ്ടത്. വഫാത്താകുന്ന സമയത്ത് വുളൂയോട് കൂടെ മരിക്കുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു സംഭവം. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അങ്ങനെ വിട പറഞ്ഞവരാണ്. അലി ബിൻ അബീ ത്വാലിബ് പള്ളിയിൽ നിന്ന് തന്നെ വുളൂ എടുത്ത്, വീട്ടിൽ നിന്ന് തന്നെ വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോ അവിടുന്ന് വഫാത്തായ മഹാനാണ് സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വീട്ടിൽ നിന്ന് തന്നെ വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോകുന്നത് ഹജ്ജിന് ഇഹ്റാം കെട്ടിയവന്റെ പ്രതിഫലമാണെന്ന് ഖാല റസൂലുള്ളാഹി. വീട്ടിൽ നിന്ന് തന്നെ വുളൂ എടുത്തിട്ട് പള്ളിക്ക് പോകുക. എന്നാ പള്ളിന്റെ അവിടെ പോയിട്ട് ഈ വെള്ളക്ഷാമുള്ള നേരത്തെ അവിടെ പോയി തിരക്കാൻ നിൽക്കണ്ട. എന്നാൽ ഈ നടത്തത്തിന് എന്താ കൂലി? വീട്ടിൽ തന്നെ വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോകുന്നവർക്ക് ഹജ്ജിന് ഇഹ്റാം കെട്ടിയവന്റെ പ്രതിഫലമാണെങ്കിൽ എന്തിനാ കൂട്ടരെ പിന്നെ നമ്മളത് വെറുതെ കളയുന്നത്? അതാണ് ഈ തെരീക്കത്ത് പറയുന്നത്. അങ്ങനെ നല്ല നിലയിൽ ജീവിതം പുലർത്തുക. ഏതായിരുന്നാലും മഹാന്മാരുടെ വഴിധാരയിൽ പ്രവേശിക്കണമെങ്കിൽ നിബന്ധനയുണ്ട്. മൻറാമ അയ്യസ്ലുക തരീഖൽ ഔലിയാ ഫൽയഹ്ഫളൻ ഹാദൽ വസയ ആമിലാ വത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിയാ വബിഅസ്മി തർകിൽ ദംബി ബിമസ്തഖ്ബലാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രവേശിക്കണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വേണ്ടത് തൗബയാ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ചുപോയ അപാകതകൾ, ആ അപാകതകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അല്ലാഹുവോട് ഖേദിച്ചു മടങ്ങലാണ്. അല്ലാഹുവേ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാ പാപങ്ങളും സാധുക്കളായ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാ. പ്രിയപ്പെട്ട സഹോദരാ, നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
നന്മ സ്വീകരിച്ചു എന്നതിന് ഉറപ്പില്ല. തിന്മ പരിഗണിക്കപ്പെട്ടു എന്നത് ഉറപ്പാണ്. കാരണം നിസ്കാരം അല്ലാഹ് കബൂലാക്കണമെങ്കിൽ ഷർത്തുണ്ട്, ഫർളുണ്ട്. ആ ഷർത്തുകൾക്കും ഫർളുകൾക്കും വീണ്ടും നിബന്ധനയുണ്ട്. എന്നാൽ കള്ളു കുടിച്ച ശിക്ഷ കിട്ടാൻ നിയ്യത്ത് വെക്കേണ്ടതില്ല. ഗീബത്ത് പരിഗണിക്കപ്പെടാൻ അതിന് നിബന്ധനയില്ല. അതുകൊണ്ട് തന്നെ തിന്മയിൽ അകപ്പെടാൻ സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഒന്നാമതായി വേണ്ടത് തൗബയാണ്, റബ്ബിനോടടുക്കലാണ്. ഭൂതകാല വൈകൃതങ്ങൾ ഭാവിയെ ബാധിക്കാതിരിക്കാൻ വർത്തമാനകാലത്തെ ധന്യമാക്കലാണ്. ആ നിലക്ക് ആരാണോ ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ അവരാണ് ത്വരീഖത്തിൽ പ്രവേശിക്കാൻ അർഹത നേടുന്ന ഒന്നാമത്തെ കാര്യം നേടുന്നത്. ആ നിലക്കാവണോ, അതുപോലെ ഹക്കടപാട് പ്രത്യേകം സൂക്ഷിക്കുന്നവരാവണോ. പക്ഷേ ഇന്നത്തെ ത്വരീഖത്ത് ഒരുപാട് കള്ളത്വരീഖത്തുകൾ പ്രവർത്തിക്കുമ്പോ കാനത്തുലാഹി കൗകബം മുനീറാ വൽആന അൽഹത് ഹൈദൻ ഖാസിറാ കാനൂ വലാ മുജറദി സിയാമി വൽആന കാന മുജറദത് തഅമി. പഴയകാല ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയാണ്. നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥയിലാണ്. അതല്ലേ ഗൗസുൽ ആദം. അവിടുന്ന് യജമാനനായ റബ്ബുൽ ഇസ്സത്തിന് അന്തൽ മുസമ്മ ബി അബ്ദുൽ ഖാദിറിൽ ഫർദി സുംതസ്നൈ അശറ ഖരീഫൻ സായിമ സർദി വലം തനൻ നൗമതൻ ഫിഹാ അലാ തർദി. ഉറക്കമില്ല, ഭക്ഷണമില്ല. അങ്ങനെ നോമ്പെടുത്തുകൊണ്ട് നോറ്റ മഹത്തായ ത്വരീഖത്താവ. ഖുൽത ഇന്ന യദി ഹാദി ലദായിമതു ലിമൻ യുരീദു തരീഖി വഹിയ ഖായിമതു ഫാസത് ബിഹാ അൻഫുസു ലിർറുസുലി റായിമതു അനൽ മുനാദാ ബിഹാ ആ നിരക്ക് സൂക്ഷ്മതയുള്ളത് കൊണ്ടാണ് ഗൗസുൽ ആദമിന്റെ ത്വരീഖത്തിന് ഒരുപാട് പ്രചാരം സിദ്ധിച്ചത്. ഇൻസ് മാത്രമല്ല, അവിടുത്തെ ത്വരീഖത്തിൽ മെമ്പർമാരായവർ ജിന്നുകളുണ്ട്. അതുകൊണ്ടല്ലേ ഖുതുബിയത്തിൽ നമ്മൾ പറയാറുള്ളത് വൈലാ ഹദറാത്ത് ജമീഇ മലായികത്തില്ലാഹിൽ മുഖറബീന ജിബ്രീല വമീകായില വഇസ്രാഫീല വൽഹഫദതി വറൂഹാനീനൽ മുഅക്കലീന ബിആലമിൽ ഇൻസി വൽ ജിന്നി വകുബറാഇഹിം വറുഅസാഇഹിം മദ്ഹബ വതമറയാത് വഹസ്തസൂഖ വഹമർ വശൗഗാൽ വകസ്കൈഖുസ് ബർഖാൻ ഹദലയാത് സലസ്തുസ് മൈമുൻ സനഖ ശതൽ ഖസ്വത് വബിയൽ വസംഹൂറസ് വസൂബിയത الذين عهد الله ونبيه സുലൈമാൻ നബി അലൈഹിസ്സലാം. നിങ്ങൾ ഓതി എന്നിട്ട് ഏടാ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലില്ലേ? അതിൽ പറഞ്ഞ പേരുകളൊക്കെ ഏതാ? ആ പേരുകളൊക്കെ മഹാനരായ ഗൗസുൽ ആദമിന്റെ ത്വരീഖത്തിൽ മെമ്പർമാരായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം തൊട്ടേയുള്ള ജിന്നുകളായ ആളുകളാണ്. അവരൊക്കെ അംഗീകരിച്ചത്. ആ ത്വരീഖത്ത് ഖിയാമത്ത് നാൾ വരെയുണ്ട്. കാരണം അതിനെ നിയന്ത്രിക്കുന്നതാരാ? വേദം റവാൻ മാടിച്ചാരേ വേദാമ്പറാവറുവാ തൂപ്പിക്കൊടുത്തോവർ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ. വഇന്ന ജദ്ദി റസൂലല്ലാഹി കാന യഖൂൽ അൻതൽ ഖലീഫത്തു ലി ഫീ ഖൈരി കുല്ലി മഖൂൽ. മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പേരക്കിടാവല്ലയോ ഗൗസുൽ ആദം എന്നത്? അതേ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായോ ബാബയോമാണോവർ. മഹാനരായ
ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടങ്ങളിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ത്വരീഖത്ത് ഖിയാമത്ത് നാൾ വരെയുണ്ട് എന്ന നിലക്ക് ആ ത്വരീഖത്ത് സ്വീകരിക്കേണ്ട മാനദണ്ഡമൊത്ത് അത് അംഗീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ നന്നാക്കുമാറാവട്ടെ. ശരിയായ ഖാദിരിയ ത്വരീഖത്തിന്റെ വിറുദ് മഹാനരായ താജുൽ ഉലമക്കുണ്ടായിരുന്നു, മഹാനരായ നൂറുൽ ഉലമക്കുണ്ടായിരുന്നു, മഹാനരായ ഖമറുൽ ഉലമക്കുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവർകൾക്കുണ്ട്. അങ്ങനെയുള്ള മശായിഖന്മാരൊക്കെ അവരുടെ ദിക്റുകളും അതുപോലുള്ള വിഷയങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം മശായിഖന്മാരെ കൃത്യമായ രൂപത്തിൽ എത്തപ്പെടുക എന്നത് ഈ കാലഘട്ടത്തിൽ പ്രയാസമാണ് എന്ന് 900 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അയ്യുഹൽ വലദു എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് തന്നെ ഈ മേഖല വലിയ അപകടം നിറഞ്ഞ മേഖലയാണ്. സൂക്ഷ്മതയോട് കൂടെ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി പറഞ്ഞത്, ഖാലിദുൻ നഖ്ശബന്ദി പറഞ്ഞത്. അവരെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയം വിശദീകരിച്ചത് പറഞ്ഞു വന്നത് ഒന്നാമതായി സാമ്പത്തിക വിശുദ്ധിയാണ്. ഇന്നത്തെ തരീക്കത്ത് എന്താ? പഴയ കാലത്ത് ശൈഖന്മാരടുത്തേക്ക് പൈസ കൊണ്ടേ കൊടുത്താൽ എടുത്തു പോടാ അവിടുന്ന് അറിയും, ഇന്ന് വെച്ചു പോടാ അവിടുന്ന് അറിയും. അല്ലെ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് വെച്ചു പോടാടെ എന്നറിയും, ഒന്ന് എടുത്തു പോടാന്നറിയും. ഒരുപാട് നിബന്ധനകളുണ്ട് മുരീദുമാരിക്കാൻ. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ആദാബ് സുലൂക്കുൽ മുരീദ് എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ ഒരുപാട് വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോ ഒരുപാട് നിബന്ധനയുണ്ട്. സാമ്പത്തിക വിശുദ്ധി പ്രധാനമാണ്. ഇന്നും ഒരു കള്ളത്തരീക്കത്തെ പ്രവർത്തിക്കുന്ന ഒരാൾ എനിക്ക് ഇന്നും 400 പേരാണ്ട് 16 കൊല്ലായി വാങ്ങിയിട്ട് ഇപ്പോഴും തന്നിട്ടില്ല. 400 എന്ന് കരുതണ്ട, അന്നത്തെ 400 1 ഗ്രാം സ്വർണം കിട്ടും, ഇല്ല 1/2 ഗ്രാമേലും കിട്ടും, ഇല്ലേ? അവ ചുരുക്കി പറഞ്ഞാല് കിട്ടാൻ വേണ്ടി പറഞ്ഞല്ല, സാമ്പത്തിക വിശുദ്ധി ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നാട്ടുകാർക്കും ഇവനും കായെടുക്കാണ്ടാകാം, അങ്ങോട്ട് ശൈഖാകാം മുണ്ടിട്ടുങ്ങാണ്ട്, എന്നാ ചോദിക്കൂലല്ലോ എന്നുള്ള. ഇതെന്ത് ഇരിക്കത്താ? അങ്ങനെ ഉണ്ടോ ഇരിക്കത്ത്? لا يغرنك إزار منهم قد رقيا أو قميص أو قساق منهم قد رفيا أو جبين له فيه أثر قد قليا أريه الدرهم والدينار تعرف برعا. പൈസ കാട്ടിക്കൊടുത്തോക്ക് ശൈഖിന്റെ തനി നിറം പറയാം. ഇന്ന് പല ശൈഖന്മാരും കോടികളുടെ ബിനാമികളാണ്. പുകയില്ലാത്ത അടുപ്പും ശരീഅത്തില്ലാത്ത തെരീക്കത്തും ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ആലുവ, അല്ലേ? ഈ ആലുവനെ അടുപ്പിന്റെ ഞാൻ കൊണ്ടോട്ടി കൂടെ എങ്ങനെ കൊണ്ടോട്ടി എല്ലായിടത്തും ഉണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. അതിന്റെ തൊട്ടടുത്ത സ്ഥലമല്ലേ കൊച്ചി. എത്ര മട്ടുണ്ട് പുകയില്ലാത്ത കൊച്ചി അടുപ്പുകൾ. എന്ത് ആലുവ അടുപ്പ്? ഞാൻ കുറെ ആലുവ അടുപ്പിന്റെ ആൾക്കാരോട് തന്നെ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? എനിക്കറിയില്ല. ഓൽക്കറിയില്ല, പിന്നെ നമ്മൾ എന്തിനാ എന്റെ സനത് വെച്ചിറക്കണം? അത്തരം വിഷയങ്ങൾക്ക് ഏതാനും സനത് വേണ്ടല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് സാമ്പത്തിക വിശുദ്ധി പ്രധാനപ്പെട്ട ഒന്നാണ്, യാത്ര പ്രധാനപ്പെട്ട ഒന്നാണ്. അസ്സഫറു മീസാനുൽ ഖൗം ഖാല റസൂലുള്ളാഹി. ഒരാളെ അളക്കാൻ കഴിയുന്ന വിഷയമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം 9 മര്യാദകളിൽ ഒരു മര്യാദയാണ് പറഞ്ഞത്. ബാക്കി 8 സൈനുദ്ദീനുൽ മഅബരി തങ്ങൾ പറഞ്ഞത് ഇവിടെ കിടക്കുകയാ. പ്രിയപ്പെട്ടവരെ, മശായിഖന്മാർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ഇദാലം യകുൻ ഇൽമുൻ ലദൈഹി ബിളാഹിരി വലാ ബാതിനിൻ ഫർമോ ബിഹി ലോജൽ ബഹിരി.
മശായിഖന്മാർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട നിബന്ധന അതേ അറിവാ. അത് അജ്മഅതിൽ അശിയ അല്ലാ യജൂദ ലിഅഹദിൻ ലിതസദ്ദുരിൽ മുരീദീന ഇല്ലാ ബഅദ തബഹുരിഹി ഫീ ഉലൂമി ശരീഅ. ശരീഅത്തിന്റെ വിധിവിലക്കുകളിൽ അഗാധ പാണ്ഡിത്യമുള്ളവർക്കല്ലാതെ ഒരിക്കലും തർബിയത്തിന് അർഹമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ശൈഖമാര് ഇന്ന് കിട്ടുക വളരെ പ്രയാസകരമാ. അത് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ. അതുകൊണ്ട് അറിവില്ലാത്തവരാണോ അവരുടെ ആദർശം അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ടതാണ്. മല്ലം യഅരിഫിൽ കിതാബ ബിഹുഖൂഖിഹി വഅദാഇഹി വഅഹ്കാമിഹി വലം യക്തുബിൽ ഹദീസ് അന്നബവിയ്യ ബിഅസ്റാരിഹി വളാഹിരിഹി വഅൻവാരിഹി. അതേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ കിതാബും സുന്നത്തും അമൽ ചെയ്യുന്നവരല്ലെങ്കിൽ അവർ അംഗീകരിക്കാൻ പാടില്ല. ഖുർആനും ഹദീസും അറിയാത്തവരാണെങ്കിൽ, ഫിഖ്ഹിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അവർ അംഗീകരിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ ശരിയായ തരീഖത്തിൽ നടക്കുന്ന ആളുകൾ എങ്ങനെയാണ്? വലാതറയം ഫിൽ അർളി ദുനക മുഅ്മിനാ വലാ കാഫിറൻ ഹത്താ തുഗയ്യബ ഫിൽ ഖബരി. മരിച്ചത് വരെ നിന്റെ താഴെ ആരുമല്ല, ഞാൻ എല്ലാരും താഴേന്ന് കരുതുക. ഇതാ വേണ്ടത്. من اعتقد في قلبه انه فوق عبد من عباد الله فهو متكبر. ഓനേക്കാൾ ഞാനാണ് ഒരു മുഴം ഒരു മിനുസം ഉഷാറെന്ന് വിചാരിച്ചവൻ വലിയ കൊട്ടയ്ക്ക് പറഞ്ഞാണ്. അവിശ്വാസിയുടെ പോലും നമ്മൾ താഴെയായി കാണാൻ പാടില്ല. ആഖിബത്ത് എങ്ങനെയെന്നറിയില്ലല്ലോ. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിനയം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷയത്തിൽ. വിനയമില്ലേ രക്ഷയില്ല. ഇന്ന് തെരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അധികം കൊട്ടക്കിപ്പുറന്മാരാണ്. സത്യമാണ് പറയുന്നത്. പണ്ഡിതന്മാരെ അവരെല്ലാവരും ധിക്കരിക്കുകയാണ്, മോശമായി ചിത്രീകരിക്കുകയാണ്. നൂരിശാ തെരീക്കത്താണോ തെരീക്കത്തുണ്ട്? സുബ്ഹാനല്ലാഹ്. ഒരു പറഞ്ഞ ഇർഫാനിയ ഇൽമുണ്ട് എന്നാണ്. ചില ആളുകൾ മാരിഫത്തിന്റെ ഇൽമു വാദിക്കും. എന്നിട്ടോ അവര് രംഗത്ത് വരും. നെയ്ത്തുകാരൻ അവന്റെ തുന്നപ്പണി ഒഴിവാക്കി, കൃഷിക്കാരൻ അവന്റെ കൃഷിപ്പണി ഒഴിവാക്കി അവനിങ്ങനെ ചില്ലക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ഹൈദരാബാദിലെ ട്രെയിന് ഭയങ്കര തിരക്കാ ചില സീസണിൽ. അങ്ങനെ ഇങ്ങനെ തിരക്കി അവരിങ്ങനെ പോകും. ഒരുപാട് കലിമത്തുകളും പ്രയോഗങ്ങളും അവരിങ്ങനെ വാങ്ങും. പണ്ഡിതന്മാരിലേക്ക് അവർ നോക്കുന്നത് നിസ്സാരതയുടെ ഭാവത്തോടു കൂടെയാണ്. ഈ നിലയ്ക്ക് ഒരുപാട് ആളുകൾ വരും. ഹഉലാഇ മിനൽ ഫുജ്ജാർ, തമ്മാടികളാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിനയമാണ്. ഞാനൊന്നുമല്ല. മഹാനരായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഅബാനഹി ജക്കാദു ഇൽമി വലാ തസ്ഫി ബൽ കുല്ലു നിസ്നു അലാ മാ ഫീക മിൻ വസ്ഫി. അവിടുത്തെ ആദർശത്തെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല. കുല്ലു തവായിഫി ബിൽ ഇജ്മാഇ മുത്തഫിഖ അലാ കമാലിക വഉലാക മുത്തഫിഖ. എല്ലാ ആളുകളും ഇജ്മാ കൊണ്ട് അംഗീകരിച്ച മഹാനരായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് അവസാനമായി ഹജ്ജിന് പോയി മദീന സിയാറക്ക് പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പൂപ്പ, ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ അഖില്ലായ മയ്യുദിരി മദിഹ മുഹമ്മദി വഫി മദിഹിഹി കുതുബു മിനല്ലാഹി തുഖറഉ. മഹാനരായ ഗൗസുൽ ആദം അവിടുന്ന് തീരുമാനമെടുക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പൊരുത്തമുള്ള പാവപ്പെട്ട അനുയായികളിൽപ്പെട്ട ഒരാളാണെങ്കിൽ
എന്നെ സ്വീകരിക്കണം, ഞാൻ സലാം പറയുന്നത് കേൾക്കണം, കേട്ടിട്ടല്ലാതെ ഖബർ ശരീഫിന്റെ അടുക്കലേക്ക് അടുക്കൂല. ഔസുൽ ആലം അവിടുന്ന് സലാം പറഞ്ഞു 39 ദിവസം കാത്തുനിന്നു. 39ാമത്തെ ദിവസവും അവിടുന്ന് ഒന്നും പ്രതികരണം കേൾക്കുന്നില്ല. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദുനൂബീക മൗജുൽ ബഹരി ബൽ ഹിയ അക്ബറു കമസലി ജിബാലി സുമ്മി ബൽ ഹിയ അക്സറു. ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ആ നിലക്ക് വിനയം പ്രകടിപ്പിച്ച മഹാനാണ് ഔസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനരായ മുത്തുനബി അവിടുന്ന് സുവിശേഷം അറിയിച്ച ഇമാമുകൾ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ടവരാണ്, അബൂ ഹനീഫ ഇമാം അവരിൽപ്പെട്ടവരാണ്. ഒരു ദിവസം നബി തങ്ങൾ സഹാബത്തിനോടൊപ്പം ഒരു മരുഭൂമിയിൽ നിൽക്കുമ്പോ പ്രത്യേക രൂപത്തിൽ ഒരു നക്ഷത്രത്തിന്റെ കൂട്ടം കണ്ടപ്പോ നബി തങ്ങളോട് ചോദിച്ചു, ഏതാണ് നബിയേ ആ നക്ഷത്രം? അത് കാർത്തിക നക്ഷത്രമാ. ആ നക്ഷത്രം, ആ പ്രത്യേക കാർത്തിക നക്ഷത്രം 70 കൊല്ലം കൂടുമ്പോഴാണ് ഉദിക്കുന്നത്. സഹാബത്തെ കിറാമിനോട് നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, ലൗ തലഅസ്സുറയ്യ, ഇനി കാർത്തിക നക്ഷത്രം ഇവിടെ ഉദിക്കുമ്പോൾ പേർഷ്യയിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതനാരാ? അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, ആലിമു ഖുറൈശിക്കാരനായ ഒരു പണ്ഡിതൻ യംലഉ തിബാഖൽ അർളിൽ മാ, ഇൽമു നിറക്കാൻ ലോകത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞു. ആ നേതാവാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാലത്ത് ഹർറാ കലാപവും മറ്റും നടന്ന് മദീനയിൽ നിന്ന് വൈജ്ഞാനിക മേഖലയിൽ നിന്ന് ഒരുപാട് അകലുമ്പോ അവരെല്ലാവരും മദീനയിലെ ഒരു പണ്ഡിതനെ ലക്ഷ്യമാക്കി ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് ഒരുപാട് ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് മദീന മുനവ്വറയിലേക്ക് എത്തും. അവിടെ ഒരു പണ്ഡിതൻ വരും. ആ പണ്ഡിതനാണ് മഹാനരായ ദാറുൽ ഹിജറ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെയുള്ള ജനവിഭാഗങ്ങൾക്ക് സൂക്ഷ്മത കൈമേറ്റ് ചെയ്യാവുന്ന ഒരു മാതൃകാ വ്യക്തിത്വം ഇവിടെ വരാനുണ്ട്. ആ വ്യക്തിത്വമാണ് മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ 4 ഇമാമുകളെ മുത്തുനബി പരിചയപ്പെടുത്തിയവരാ. എന്നാൽ നബി തങ്ങൾ പരിചയപ്പെടുത്തിയവരാണ് എന്ന നിലക്ക് അവർക്ക് അഹങ്കാരത്തിന്റെ സ്വരമില്ല, അവര് ഗർവ് നടിച്ചിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യൻ പോയി നോക്കുമ്പോ ജയിലിൽ അടക്കപ്പെട്ട മഹാനവറുകളെ കാണണം എന്ന് കെഞ്ചിയപ്പോ അബൂ ഹനീഫ ഇമാം കൽത്തുറുങ്കിലാണ് കാണാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് കാലിൽ ഭാരമേറിയ ചങ്ങലയാ, കാലനക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് സുജൂദിൽ കിടക്കുകയാ. ബഹുമാനപ്പെട്ടവര് സലാം വീട്ടി പ്രിയപ്പെട്ട ശിഷ്യനെ സ്വീകരിച്ചപ്പോ, എന്തിനാണ് ഉസ്താദേ ഇങ്ങനെ പ്രയാസം സഹിച്ച് രാത്രി സമയത്ത് സുജൂദിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ മറുപടി, എന്റെ കയ്യിലൊന്നുമില്ല, യജമാനനായ റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോഴൊന്നുമില്ല. അതുകൊണ്ട് അഥവാ റൂഹിനെ പിടിക്കുന്നത് സുജൂദിലാവട്ടെ എന്ന നിലക്കാണ് ഞാനിങ്ങനെ കിടക്കുന്നത് എന്ന് ഇമാമുൽ ആലം അബൂ ഹനീഫ പറയുമ്പോ അവിടുന്ന് ഞാൻ വലിയവനാണ് എന്ന് ഗർവ് നടിച്ചിട്ടില്ല.
നോക്കൂ നിങ്ങൾ, മഹാനരായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ചമ്മട്ടി കൊണ്ട് 20 അടി അന്നുള്ള ഭരണാധികാരികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പ്രഹരിച്ചപ്പോഴും അല്ലാഹുവോട് പറഞ്ഞത്, റബ്ബേ ഈ അടിക്കുന്ന വ്യക്തിയെ ആഖിറത്തിൽ എന്റെ ഒരു പ്രതിയായി കൊണ്ടുവരുത് നാഥാ. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ദുആ ഇരക്കുന്നത്? ഇയാളൊരു അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, പരലോകത്ത് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ എന്റെ പ്രതിഭാഗത്തുണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടുന്ന് വഫാത്തിന്റെ മുമ്പ് പറഞ്ഞത്, അഫൂക യാ അല്ലാഹ്, എനിക്ക് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാണ് മഹാനരായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ലോകം കണ്ട പണ്ഡിതന്മാരിൽ ഉന്നതരാണ്. അവിടുന്ന് ദിവസവും ഒരു ഖതം തീർത്തവരാണ്. റമളാനിലാണെങ്കിലോ പെർഡേ ദിവസവും 2 ഖതം തീർത്തവരാണ്. ശാഫി ഇമാം പറയാറുണ്ട്, എന്റെ നെഞ്ചിന്റെയും പൊക്കളിന്റെയും ഇടയിൽ മാരകമായ 16 രോഗങ്ങളുണ്ട്. കുല്ലുഹുന്ന ലബിൻ ഫറദ, അതൊന്നുകയാണെങ്കിൽ ഒരൊറ്റ രോഗം വന്നാലോ അത് എന്നെ കൊലപ്പെടുത്താൻ മതിയാകുന്ന രോഗമാണ് എന്നാണ്. അവസാന കാലത്ത് അവിടുന്ന് ദർസ് നടത്തുമ്പോ പാത്രത്തിൽ ഇരുന്നു കൊണ്ടാണ് ദർസ് നടത്തിയത്. കാരണം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൂടെയും രക്തം ഒഴുകുകയാ. എന്നാലും റബ്ബിനോട് പരിഭവമില്ല. ആ ശാഫിഈ ഇമാം ആ നിലയ്ക്ക് ജീവിച്ചവരാണെങ്കിലും വഫാത്തിന്റെ മുമ്പ് പ്രിയപ്പെട്ട മഹാനായ മുസനി തങ്ങൾ വന്നിട്ട്, കൈഫാ സുബഹത യാ ഉസ്താദ്, ഉസ്താദേ എന്തൊക്കെയുണ്ട് വർത്തമാനമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ, അല്ലാഹു എനിക്ക് അനുവദിച്ച ആയുഷ്കാലത്തിന് പരിസമാപ്തി കുറിച്ച് ഞാൻ യാത്ര പോവുകയാണ്. വലിഹ്വാനി മുഫാരിഖ, എന്റെ ബാപ്പയില്ല, മക്കളില്ല, ഭാര്യമാരില്ല, ഫോളോ ചെയ്യാൻ ആരുമില്ലാതെ ഏകനായി വന്ന ഞാൻ ഏകനായി യാത്ര പോവുകയാണ്. ശാഫി ഇമാം അത് പറയുന്നു, ജീവിതങ്ങളുടെ വൈകൃതങ്ങൾ എന്നെ ബാധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാ. ദിവസവും 2 ഖതം തീർത്തു എന്ന അഹങ്കാരമില്ല. ആലിമ് ഖുറൈശ് എന്ന് മുത്തുനബി പറഞ്ഞു എന്ന നിലക്കുള്ള ദുരഭിമാനമില്ല. അവിടുന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞത്, വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാഇ നഹ്വ അഫ്വീക സുല്ലമാ തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വീക റബ്ബി കാന അഫ്വൂക അളമാ. അല്ലാഹുവേ മാപ്പ് നൽകണം, മാപ്പ് നൽകണം എന്നാണ് മഹാനരായ ശാഫി ഇമാം ദ്വാരുന്നുവെങ്കിൽ ഇങ്ങനെയാണ് സ്വാലിഹീങ്ങളൊക്കെ എങ്കിൽ അവർക്ക് അഹങ്കാരമുണ്ടായിട്ടില്ല. അവർ പൊലിക്കുന്ന സമയത്ത് നിന്റെ മുമ്പ് വരെ ബേജാറായ നിലക്കായിരുന്നുവെങ്കിൽ ഇതാണ് വിനയം എന്ന് പറയുന്നത് എന്നുള്ള ത്വരീഖത്തുകൾക്കില്ലാതെ പോയതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ അവരെയൊക്കെ മോശമായി ചിത്രീകരിച്ചത്. അതേ ഇബ്ലീസിന് സലാത്തും സലാമും ചൊല്ലിയ മഹാന്മാര് വരെയുണ്ട് എന്ന് നൂറിശക്കാരുടെ പുസ്തകത്തിൽ പച്ചയായി എഴുതി വെക്കാൻ ധൈര്യം വന്നത് അത് കള്ളത്തൊരീഖത്തായതിന്റെ പേരിലാണ്. വേങ്ങാട്ടുകാരന് നിസ്കാരം ഒഴിക്കാൻ തോന്നിയത് അത് കള്ളത്തൊരീഖത്തായതിന്റെ പേരിലാണ്. ആലുവക്കാരന് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ തോന്നിയത് അത് കള്ളത്തൊരീഖത്തായതിന്റെ പേരിലാണ്.
അതുപോലെ ഹറാമ് ഹലാലാക്കാൻ കൊണ്ടോട്ടിക്കാരെന്ന് തോന്നിയത് അവര് കള്ളത്തൊരീക്കത്തായതിന്റെ പേരിലാണ്. അതുകൊണ്ട് അത്തരം മേഖലയിലേക്ക് പോകണ്ട. ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനേ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം, പല പ്രയാസങ്ങളും ഉണ്ടാവാം. എന്നാൽ എവിടെയെങ്കിലും എത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ നശിപ്പിക്കണ്ട, വീട്ടിൽ പിശാചിനെ കുടിയിരുത്തണ്ട. ഇജ്അലൂ നസീബൻ മിനൽ ഖുർആനി ഇജ്അലൂ ഫീ ബുയൂതികും നസീബൻ മിനൽ ഖുർആൻ. നിങ്ങളുടെ വീട്ടിൽ ഖുർആനിന്റെ ഒരു അംശമാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം വേണോ? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഹ്വാ റസൂ ശർരി ഹബായിലാ. മഹാനരായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഅബരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എല്ലാ വിജയത്തിന്റെയും നിധാനം, എല്ലാ വിജയത്തിനും കാരണമാകുന്നത് അത് തഖ്വയിൽ അധിഷ്ഠിത ജീവിതമാ, വിധിവിലക്കുകളെ മാനിക്കലാ. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ والاستعداد ليوم الرحيل. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹുവേ ഭയപ്പെടലാണ്. ഏകനായ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കാണെങ്കിലും അല്ലാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം വേണം പ്രിയപ്പെട്ട മുഅ്മിനേ. അതേ ആ നിലക്കായട്ടെ ജീവിതം. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ നിലക്ക് റബ്ബിനെ പരിഗണിച്ച എത്രയോ സാലിഹീങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കണ്ടിട്ടില്ലയോ, കേട്ടിട്ടില്ലേ? മഹാനരായ സയ്യിദുനാ ഉമൈർ ബിൻ ഹബീബിൻ അസ്സുലമി റളിയല്ലാഹു അൻഹു വലിയ മഹാന, വിശാലമായ ചരിത്രമാണ്. ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹബീബിൻ സുലമി എന്ന് പറയുന്ന പണ്ഡിതൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജീവിച്ച മഹാന. അവിടുന്ന് 8 പേരെ കൂടെ ഈ ഉമൈർ തങ്ങളെ മറ്റൊരു നാട്ടിലേക്ക് ദീനീ പ്രബോധനത്തിന് പറഞ്ഞയക്കുകയാണ്. മഹത്തായ ആദർശ മൂല്യങ്ങളെയും മഹത്തായ സത്യസംസ്കാരത്തെയും തെറ്റിദ്ധരിച്ച ഒരു സമുദായത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞയക്കുമ്പോ ഉമൈർ തങ്ങൾ ആ നാട്ടിൽ എനിക്ക് ജോലി വേണ്ട, അവിടുത്തെ കമ്മിറ്റിക്കാര് മോശക്കാരാണെന്ന് പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹബീബിൻ സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാൻ പോവാൻ റെഡിയാണ്. പക്ഷേ അങ്ങ് ദുആ ഞങ്ങൾക്ക് വേണം. അവിടെ പോയി ബഹുമാനപ്പെട്ടവരിങ്ങനെ ദീന് പ്രചരിപ്പിക്കുന്ന ഭരണാധികാരിയുടെ മുമ്പിലെത്തിയപ്പോൾ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും പിന്മാറാൻ വന്നതല്ല, ഈ മഹത്തായ ആദർശം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി വന്നതാണ്, ഫിത്നയുണ്ടാക്കാൻ വന്നതല്ല. മഹാനരായ ഉമൈർ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 8 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി. 8 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോഴും ഉമൈർ തങ്ങൾക്ക് ബദർച്ചയില്ല. ഉമൈർ തങ്ങളോട് ഭരണാധികാരി പറഞ്ഞു, 20 ചില്ലാനം വയസ്സുള്ള ചെറുപ്പക്കാരനായ നീ എന്തിനാണ് നീ വെറുതെ ഭ്രാന്തുള്ള ആദർശം പറയുന്നത്? എന്തർത്ഥമാണതിനുള്ളത്? വേണമെങ്കിൽ ഇവിടെ ഭരണത്തിന്റെ ഒരു പാർട്ട് നിനക്ക് തരാം, ഇവിടെ ഉന്നത വകുപ്പുള്ള മന്ത്രിസ്ഥാനം തരാം. എന്തിനാണ് വെറുതെ ഈ ചെറുപ്പം വെറുതെ അതും ഇതും പറഞ്ഞ് നശിപ്പിക്കുന്നത്? ഉമൈർ ബിൻ ഹബീബിൻ സുലമി തങ്ങൾ പറഞ്ഞു, ഭരണാധികാരി, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഫിത്നയ്ക്ക് വേണ്ടി വന്നവരല്ല, ഉൾക്കൊണ്ട ആദർശം ജനമനധലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവരാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രകോപനങ്ങളോ ഉൾക്കൊണ്ട ആദർശത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല എന്ന് മഹാനരായ ഉമൈർ തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനരായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി തങ്ങൾക്ക് അവസരം കൊടുക്കുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു റൂമിലിട്ടടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ റൂം തുറക്കുന്നത് ഭരണാധികാരിയുടെ സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയാണ്. ആ സഹോദരി വന്നു പറഞ്ഞു, ഉമൈറേ, നമുക്ക് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടെ? ഉമൈർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, പ്രകോപനങ്ങളിലൂടെ പരീക്ഷിക്കപ്പെട്ട് എന്റെ മുമ്പിൽ വെച്ച് 8 പേരെ കൊല ചെയ്യപ്പെട്ടപ്പോഴും എനിക്ക് പതർച്ച തന്നിട്ടില്ല. ഇപ്പോഴിതാ പ്രലോഭനം വന്നിരിക്കുന്നു. ക്ഷമ നൽകണം നാഥാ. അല്ലാഹുവോട് ദുആയിരക്കുകയാണ്. ആ സഹോദരിയുടെ മനസ്സലിഞ്ഞ് അവിടുന്ന് വാതിൽ തുറന്നുകൊണ്ട് ഉമൈർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോവാം. ഒരിക്കലും തന്നെ നിങ്ങൾ പകൽ യാത്ര ചെയ്യരുത്. എന്റെ ബാപ്പായുടെ ഭരണാധികാരിയായ ബാപ്പായുടെ കിങ്കരന്മാരുടെ കരങ്ങളിൽ അമർന്നാൽ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. ഇത് കേട്ടവിടുന്ന് പോകുന്നു. പകൽ സമയത്ത് കുറ്റിച്ചെടിയിൽ ഒളിച്ചിരുന്ന് രാത്രി സമയത്ത് യാത്ര തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ചെട്ടിത്തെറിച്ചുപോയി. പടച്ചവനെ, ദീനിന്റെ പ്രബോധനം വഴിമുട്ടിയോ? ഞാൻ പിടിക്കപ്പെട്ടോ? കൊല ചെയ്യപ്പെടാൻ പോവുകയാണോ? ഇല്ല ഉമൈർ. അതേ പരിചിതമായ ശബ്ദമാണ്. ആരെ കാണുന്നില്ലല്ലോ. ഉമൈർ 3-ാം തവണ നോക്കുമ്പോ മുമ്പിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന 8 ശുഹദാക്കളാ. മുമ്പിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടവരാ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ തന്നെ പുനരുദ്ധാരണമോ? അത്ഭുതത്തോടെ ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, നമ്മെ ഇങ്ങോട്ട് പറഞ്ഞേച്ച നീതിയുടെ പര്യായമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ ജനാസ സംസ്കരണത്തിൽ സംബന്ധിക്കാൻ ലോകത്തുള്ള മുഅ്മിനുകളോടും മലക്കുകളോടും ലോകത്തുള്ള അർവാഹുകളോടും സുഹദാക്കളോടും എല്ലാവരോടും നിർദ്ദേശമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വരണോ? ഞാൻ വരാൻ റെഡിയാണ്. പക്ഷേ 2000-ലധികം കിലോമീറ്ററുള്ള അവിടേക്ക് എങ്ങനെ എത്തപ്പെടും? ഉടനെ തന്നെ ഒന്ന് കൺവെട്ടാൻ വേണ്ടി പറയുമ്പോഴേക്ക് ഉമൈർ തങ്ങൾ അവിടെ എത്തിപ്പോയി. ഇബ്നു കസീറാണ് ഇത് ഉദ്ധരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, പറഞ്ഞു വന്നത് ഈ നിലക്ക് ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാന്മാർ അൽ ഖൗഫു മിനൽ ജലീൽ, ഇവിടെയുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇവിടെയുള്ള ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഒന്നും കാര്യമാക്കാത്തവരാ. അല്ലാഹ് ഒരുപാട് ചെയ്തു തന്നില്ലയോ? കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇതുപോലെ സൗകര്യങ്ങളില്ല. മുത്തുനബി ഒരിക്കൽ പായയിൽ കിടക്കുമ്പോ മുതുകിൽ വലിയ അടയാളമുണ്ടായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് പഞ്ഞിയുടെ ഒരു കോസടി തരട്ടെയോ? ഉടനെ പറഞ്ഞു, ഈ ദുനിയാവിൽക്കലിനുള്ളതാ, നമുക്ക് വലനൽ ആഖിറ, നമുക്ക് ആഖിറമുണ്ട് ഉമറേ, ബേജാറാവണ്ട എന്നാ പറയുന്നത്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു ദിവസം അവിടുന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുമ്പോ ശരീരത്തിൽ ധരിച്ചിരുന്ന ഷർട്ട് ഒരുപാട് കീറിയിട്ടുണ്ട്. ഹഫ്സാ ബീവിയാകുന്ന മകള് പറഞ്ഞു, അല്ലയോ ബാപ്പാ, അങ്ങ് ഇന്ന് പഴയ അമീറുൽ മുഅ്മിനീനല്ല,
മുഖൗഖിസും ഇറാഖും ഇറാനും റുവാണ്ടയോ അതുപോലെ ഈജിപ്തും ഖത്തറും ബഹ്റൈനും കുവൈറ്റും റിയാദും തായിഫും ജദ്ദയും എല്ലാ മേഖലയും അങ്ങയുടെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരുപാട് രാജ്യത്തെ ആളുകൾ സന്ദർശിക്കാൻ വരുന്ന ഒരു വലിയ മാതൃകാ ഭരണാധികാരിയായ അങ്ങ് ഇങ്ങനെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിക്കരുത് അമീറുൽ മുഅ്മിനീൻ. ഇത് പറഞ്ഞപ്പോൾ ഹഫ്സാ ബീവിയോട് പറയുകയാണ്, ഓ ഹഫ്സാ, ഒരു ദിവസം പള്ളിയിൽ നിന്ന് പാവപ്പെട്ട ഞാൻ വരുമ്പോ കണ്ണുനീരോടുകൂടെ വന്ന് കമിഴ്ന്നു കിടന്ന് പൊട്ടിക്കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഉണ്ട് ബാപ്പ. ഏതായിരുന്നു ആ ദിവസം? അതേ, ഒരു ദിവസം പള്ളിയിൽ പോയ സമയം ളുഹറിന്റെ സമയമാണ്. ബിലാലിൽ മുഅദ്ദിൻ വാങ്ക് വിളിച്ചു. സാധാരണഗതിയിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ നബി തങ്ങൾ വരാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. പോയി നോക്കുമ്പോൾ നബി തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് ഡ്രസ്സ് കുത്തി അലക്കുകയാ. നബി തങ്ങൾക്ക് രണ്ടാമത് ഡ്രസ്സില്ല. ആ നിലക്ക് ലോകത്തിന്റെ നേതാവ് അതേ നബി തങ്ങൾക്ക് അതേ ഈ രൂപത്തിലാണ് ദുന്യാവിനോടുള്ള ബന്ധമെങ്കിൽ മലകൾ വന്ന് പറഞ്ഞില്ല, നബിയേ ഞാൻ സ്വർണമാകാൻ റെഡിയാണ് നബിയേ. എല്ലാം ആഖിറത്തിലേക്ക് വേണ്ടി നീക്കിവെച്ചുവെങ്കിൽ ഇതല്ലേ മുത്തുനബിയുടെ സ്വഭാവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിനയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിനയം പ്രകടിപ്പിക്കാത്തവരെ അംഗീകരിക്കാൻ കഴിയൂല. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പുലർത്തുക. മഗ്‌രിബിന്റെ ദിവസങ്ങളിൽ ഖുർആൻ ഓതുക. ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുത്തുകൊണ്ട് ഉറങ്ങുക. ദിക്റ് ചൊല്ലി ഉറങ്ങുക. ആയത്തുൽ കുർസി ഓതി ഉറങ്ങുക. ദിവസവും ഒരു യാസീൻ പാരായണം ചെയ്യുക. അതുപോലെ കൃത്യമായി ദിക്റ് ചൊല്ലുക. വന്യരായ ഖമറുല്ലുലമായ പി ഉസ്താദ് അവറുകൾ സഫ്വ അംഗങ്ങളോട് നിർദ്ദേശിച്ച ദിക്റുകളില്ലയോ? 100 ഇസ്തിഗ്ഫാർ അതിലുണ്ട്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം അതിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിലുണ്ട്. അതുപോലെ ഇസ്തിഗ്ഫാറുണ്ട്, സ്വലാത്തുണ്ട്. അല്ലാഹ് 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 ഇതുപോലെയുള്ള ദിക്റുകളുണ്ട്. എല്ലാ അധിക തരീഖത്ത് പ്രധാനപ്പെട്ട 3 തരീഖത്തിന്റെയും സിൽസിലയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ദിക്റാണ്. ആ ദിക്റ് ചൊല്ലൂ മുഅ്മിനേ. വലിയ കൂലിയുള്ള കാര്യമാണ് മുഅ്മിനേ. അതേ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. കാരണം ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. വെള്ളമില്ലാത്ത പ്രശ്നമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. കുടിവെള്ളക്ഷാമം പരിഹരിക്കണോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടണോ. പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം വേണോ. ഇസ്തിഗ്ഫാർ പതിവാക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി കസീറൻ മിനൽ ഇസ്തിഗ്ഫാർ. വീട്ടിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിച്ചവരാരാ? അവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ചൊല്ലൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വലിയ മഹത്വമുള്ള ദിക്റാണ്.